10-15 മാർക്ക് ഈ ലെസണിൽ നിന്ന് നമുക്ക് കിട്ടാൻ കഴിയും. ഈ ലെസൺ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്നാണ്. സെൽഫിനെ കുറിച്ച് പഠിക്കാന്ന്. സാധാരണ ഈ സെൽഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എന്താണ് സെൽഫ്, എന്തായിരിക്കും സെൽഫ്, സ്വയം ഒരു വിലയിരുത്താൻ നമ്മൾ സാധാരണ പറയാറില്ലേ, അതേപോലെ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ആം എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ സിംഗർ, ഞാനൊരു പാട്ടുകാരനാണ്. അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തെ ഭയക്കുന്ന ഒരാളാണ്. ഐ ആം എ സ്റ്റുഡന്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി പറയാണ്, ഐ ആം എ ബ്രില്യൻ സ്റ്റുഡന്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും? ആർക്കെങ്കിലും ഒരാൾ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സെൽഫുമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ ഏത് കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം എ സിംഗർ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളാണ്, ഐ ആം എ ബ്രില്യൻ സ്റ്റുഡന്റ് എന്നൊക്കെ പറയുമ്പോൾ, ഐ ആം എ പ്രൊഫഷനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ, അത് നമ്മുടെ സെൽഫിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഏത് ഭാഗത്തേക്കായിരിക്കും പോവുക? ആർക്കും ഇല്ല ഒരു അഭിപ്രായം? ഓക്കെ, ഇത് ആരും പറയുന്നില്ല, ഞാൻ തന്നെ മുന്നോട്ട് പോവാം. സെൽഫ് ഐഡന്റിറ്റി ആണോ? സെൽഫ് ഐഡന്റിറ്റിയിൽ വരുന്നതാണോ? അതും പറയാം, പക്ഷെ നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കി, ഒന്നുകൂടി കിട്ടും. ഞാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയും. അല്ല, സെൽഫ് എസ്റ്റീം ഒക്കെ ഇതിൽ വരാനുണ്ട് സാധനമാണ്. ഉം. ഓക്കെ, ഇതൊക്കെ ഇത് സെൽഫിനെ കുറിച്ച് പറയും, കൺസെപ്റ്റ് പറയുമ്പോൾ ഇത് നമ്മുടെ കഴിവുകളാണ്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ പഠിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ ഐ ആം സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. ഞാനൊരു പാട്ട് പാടാൻ കഴിവുണ്ട് എനിക്ക്, അതുകൊണ്ടാണല്ലോ ഐ ആം സിംഗർ എന്ന് അതേപോലെ തന്നെ പല മേഖലയിലും നമ്മൾ വർക്ക് ചെയ്യുന്ന പല മേഖല, നമുക്ക് എന്ത് കഴിവുകളാണോ ഉള്ളത് അവിടെ നമ്മൾ ഇതിനെ സെൽഫിൽ കഴിവുകളെടുക്കൽ പറയും. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ, ഐ ആം എ കെയറിങ് പേഴ്സൺ, ഞാൻ വളരെ കരുതലുള്ള ഒരു ആളാണ്. അതായത് എന്നെ ഞാൻ വളരെ അധികം സൂക്ഷിച്ച് കാക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവരെ അതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ തന്നെ ഐ ആം എ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതേപോലെ ഞാൻ വളരെ അച്ചടക്കമുള്ളതും വളരെ പിന്നെന്താണ് കാര്യക്ഷമ ഉള്ള ആളുകളൊക്കെ പെട്ട ഒരാളാണ് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് വരും. ഈ കഴിവും സ്വഭാവവും രണ്ടും പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്നപ്പോ ഇങ്ങനത്തെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെൽഫുമായിട്ട് ആലോചിക്കുമ്പോൾ ഇത് രണ്ടും എപ്പോഴും നമ്മൾ കണക്ട് ആയിരിക്കും. പോരായ്മ അതേപോലെ തന്നെ സോറി പിന്നെ പ്രധാനപ്പെട്ട നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ആദ്യകാല ജീവിതത്തിൽ നിന്നുള്ള വിലയിരുത്തലിൽ നിന്നും നിങ്ങൾ അതേപോലെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്ന് മാറുകയോ അതിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു ഒറിജിനൽ ഒരു സെൽഫ് എന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ മാറി വരുന്നത്. ഉദാഹരണത്തിന് പോവുകയാണെങ്കിൽ, നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ, ഒരു പിന്നെ ഇന്റർവ്യൂവിന് പോകുന്ന കാര്യത്തിൽ നമ്മൾ ഇന്റർവ്യൂവിന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും. ഡ്രസ്സ് നോക്കും, അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കും, അതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കും. അതുവരെ റഫായിട്ട് ആകുമ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ഇതേ മൂഡിൽ നമ്മൾ പോയാൽ അവിടെ ഫെയിൽ ആവും. അന്നപ്പോ പ്രധാനപ്പെട്ട ഈ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതും പിന്നെ നമ്മുടെ ഈ സെൽഫ് സിസ്റ്റവുമായിട്ട് എപ്പോഴും കണക്റ്റീവ് ആണ്. ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണമല്ല, സോറി, ഇത് ശരിക്കും ഈ ഡെഫിനിഷൻ എന്ന സെൽഫിലേക്ക് നമുക്ക് ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി, ഇത് നാലുമായി എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് സെൽഫിൽ ഉള്ളത്. അതിന്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഇത്. അപ്പൊ ഏകദേശം മനസ്സിലായെന്നിരിക്കുന്നു. പിന്നെ ഇതിൽ നമ്മൾ ചില സെൽഫ് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റപ്പെടുക, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സ്വയം ഒരു സെൽഫ് എന്ന രീതിയിൽ നമുക്കൊരു മെച്ചപ്പെടാൻ കഴിയാത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മുന്നോട്ട് പറഞ്ഞു പോണത്. ഉദാഹരണം പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ തന്നെ ഉണ്ടാവും. പിന്നെ അതേപോലെ നല്ല അനുഭവങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അത് നമ്മൾ നല്ലൊരു സാഹചര്യത്തിൽ കിട്ടുന്ന അനുഭവങ്ങളെ അടിസ്ഥാനമായിട്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സീറോ, സോറി,
അപ്പോ ഒരു കുട്ടി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിക്കുമ്പോൾ വളരെ സീറോ ആയിട്ടായിരിക്കും ജനിക്കുക. അപ്പൊ ഒന്നും അയാൾക്ക് ആ കുട്ടിക്ക് ഒന്നും ലൈഫിൽ ഒന്നും ഉണ്ടാവും, സെൽഫ് എന്താണെന്നോ താൻ എന്താണെന്നോ ഒന്നും അറിയില്ല. പിന്നീട് ആ കുട്ടി പാരന്റിൽ നിന്നോ കെയർ ടേക്കറിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചറിൽ നിന്നോ ഒക്കെ നമ്മൾ ആ കുട്ടി ഇടപഴകും. ആ കുട്ടി ഇടപഴകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും ഒരു സെൽഫ് അല്ലെങ്കിൽ സ്വയം എന്ന് പറയുന്ന ഒരു രീതി മെച്ചപ്പെടുത്തുകയും ഉണ്ടാക്കുന്നു എന്നാണ് സാധാരണയായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ട് ചാപ്റ്ററിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്ന് സെൽഫ് തന്നെയാണ്, രണ്ടാമത് സെൽഫ് എസ്റ്റീം ആണ്, ആത്മാഭിമാനം. അതേ രണ്ടാമത്തെ കാര്യം സെൽഫ് എഫിക്കസി ആണ്, ഒരു കാര്യക്ഷമത എന്നൊക്കെ പറയും. അതുപോലെയാണ് ഇതിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പോണത്. പിന്നെ ഇതിന് ചില സെൽഫുമായിട്ട് ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകൾ ഉണ്ട്. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന കാര്യത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഓരോ പോയിന്റുകൾ അതിന്റെ ബേസ് ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും കയ്യിൽ നിങ്ങളെ ലെസൺ പ്ലാൻ ഉണ്ടെങ്കിൽ അത് തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ബേസ് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ ഇൻട്രൊഡക്ഷൻ ഒരു ഉദാഹരണം അവിടെ പറയുന്നത് ഹൂ ഐ ആം എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ നമ്മൾ പല പല രീതിയിൽ നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണ്. സാധാരണ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തോന്നുക ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ രീതിയിലുള്ള ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ഞാൻ ഏതൊക്കെ രീതി നല്ല രീതി പെരുമാറുന്നുണ്ട്, എന്റെ ജീവിതം ഇപ്പൊ കൊണ്ടുപോകുന്ന നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നിങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരു സെൽഫ് എസ്റ്റീം അല്ല, സെൽഫിലേക്ക് ഒരു ഏജ് വരുന്നത് സാധാരണ കുട്ടി ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പറയുമ്പോൾ ഒരു 12-13 വയസ്സാകുമ്പോൾ സാധാരണ പെൺകുട്ടികളാവുമ്പോൾ 10 വയസ്സ് 13 വയസ്സ്, അല്ല ആൺകുട്ടികളാവുമ്പോൾ 12-13, ചിലപ്പോൾ അതിന്റെ മുമ്പ് തന്നെയാവും സാധാരണ സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ഞാൻ എന്നൊരു ബോധം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു കഴിവ് അവർക്ക് ആ സമയത്ത് ഉണ്ടാവും. ഈ അഡോളസെന്റ് സ്റ്റേജ് വളരെ പ്രസക്തമാണ്. ആ സമയത്ത് ഈ വീട്ടിലുള്ള ചില സാധാരണ കുട്ടികളിലൊക്കെ കാണാറുണ്ട്. വീട്ടില് തീരെ ചില പാരന്റ് ലേണിംഗ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊക്കെ ഈ റെമഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ചില പെൺകുട്ടികളുമായിട്ട് വരും. ഈ കുട്ടിക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ സ്കൂളിലായിരിക്കും. പക്ഷെ ആ കുട്ടി പറയും, അമ്മ വന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറയുന്നതൊന്നും കുട്ടി കേൾക്കുന്നില്ല, പക്ഷെ പഠിക്കുന്നില്ല എന്ന 2 വാക്കായിരിക്കും പറയുക. പക്ഷെ നമ്മൾ റെമഡിയേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ രീതിയിലുള്ള IQ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇപ്പൊ അടുത്ത കാലത്ത് റീസെന്റ് ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കേസിൽ ഞാൻ ഇടപെട്ടപ്പോൾ ആ കുട്ടിയുടെ എല്ലാ റെമഡിയേഷനും നമ്മളൊക്കെ ചെയ്ത് കഴിച്ചപ്പോൾ എവിടെയും IQ ലെവൽ വളരെ കുറഞ്ഞിട്ട് കാണുന്നില്ല. കുട്ടി പഠനത്തിൽ വളരെ നല്ല നിലയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ്, പിന്നെ നമ്മൾ അടുത്ത ടെസ്റ്റ് ബിഹേവിയർ ഇഷ്യൂസ് ആണ് നോക്കുക. ആ ഇഷ്യൂസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതായത് ഈ സമയത്ത് കുട്ടിയുടെ ഏജും നമ്മുടെ കുട്ടിയുടെ ഈ ഡെവലപ്മെന്റും എല്ലാ സ്റ്റേജും മനസ്സിലാക്കി കുട്ടിക്ക് സെൽഫ് കൺസെപ്റ്റ് എന്നൊരു സമയം വരുന്ന സമയം അത് ആ കുട്ടിയുടെ പാരന്റിന് മനസ്സിലാക്കാൻ കഴിയില്ല. കുട്ടിയുടെ ബിഹേവിയർ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ട് ആ മാറ്റത്തിനനുസരിച്ചിട്ട് പാരന്റ് അവർക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനോ കെയർ ചെയ്യാനോ തയ്യാറല്ല. പിന്നെ കുട്ടി പറഞ്ഞാൽ കേൾക്കുകയില്ല. ആ ഇഷ്യൂസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാധാരണ സാധാരണ നമുക്ക് ഒരു പേഴ്സൺ എന്ന നിലയിൽ 12-13 വയസ്സാകുമ്പോൾ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാകുന്നതാണ്. ആ സമയത്ത് നമ്മൾ കുട്ടികളെ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് അത് വളരെ എന്താ ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ തന്നെ പല ക്ലിനിക്കിലേക്കും അല്ലെ റെമഡിയേഷൻ സെന്ററിലൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ. ഇത് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്, ഇങ്ങനത്തെ പ്രധാന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ സോറി, ഒരു മിനിറ്റ്.
എന്ത് കട്ടായി പോയോ? സോറി, കേൾക്കുന്നില്ല. സോറി, മൈക്ക് ഓഫ് ആയി പോയതാന്ന് തോന്നുന്നു. ഞാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല പറയുന്നത്, ആരും മിണ്ടുന്നില്ല. ആ, ഞാൻ ഓക്കെ, പ്രയറിലായിരുന്നു. എവിടെ മുതലാ നിർത്തിയ? കേൾക്കാത്തായി പറയാൻ പറ്റുമോ? ഞാനൊരു ബ്രേക്ക് എടുത്തിന് പ്രയറിന് വേണ്ടി, അറിയില്ല എപ്പോഴൊക്കെ കേൾക്കാതായത്. ഞാൻ നോക്കുമ്പോ കേൾക്കും. ക്യാമറയോ? ഒരു ചുമ വന്നിരുന്നു, അതിന് ശേഷമാണ്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാം. എന്റെ ക്യാമറ ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഇപ്പൊ ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം മിസ്സാൻ പോയി, ബാക്കിയൊക്കെ കിട്ടിയിരുന്നു. നിങ്ങള് വോയിസ് മ്യൂട്ട് ആയി പോയിട്ടുണ്ട്. മ്യൂട്ട് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ റെഡിയാ. ആ കുട്ടിയുടെ കാര്യം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? ഒരു കുട്ടികളെ ഉദാഹരണം കാര്യം പറഞ്ഞിട്ട്. പറഞ്ഞു അതൊക്കെ കേട്ടു. ഓക്കെ. ഇതിന് നമുക്ക് പ്രധാനപ്പെട്ട ചില ഈ ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. അത് ഒന്ന് സെൽഫ് എസ്റ്റീം ആണ്. അതായത് നമുക്കൊരു സ്വന്തമായിട്ടൊരു സങ്കല്പോ ആത്മാഭിമാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ സെൽഫ് എഫിക്കസി, അതായത് സ്വയം പര്യാപ്തത. ഇത് രണ്ടും ഒരു നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിട്ടുള്ള ഒരു നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ, അതേപോലെ തന്നെ ഈ ഈ പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ കൂടുതലുള്ളത്? അത് തിരിച്ചറിഞ്ഞിട്ട് അത് ഇങ്ങനത്തെ ആളുകളുമായിട്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതിലൊരു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ സെൽഫിലേക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ആ രണ്ട് കാര്യങ്ങൾ ഒരു നമ്മുടെ റിലീജിയൻസ്, അതുപോലെ തന്നെ കാസ്റ്റ്, അതുപോലെ തന്നെ മറ്റ് സിറ്റുവേഷൻ, മറ്റ് ഏതൊക്കെ രീതിയിൽ നമ്മൾ ബന്ധപ്പെടുന്നു, നമ്മൾ ഏതൊക്കെ രീതിയിൽ മേഖലയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു ഒരു വ്യക്തിത്വത്തെ നമ്മളെ സൂചിപ്പിക്കുന്ന പല രീതിയിലുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ ഒരു സെൽഫായിട്ട് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം. ഇതിൽ സെൽഫ് കൺസെപ്റ്റിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി, മെന്റലി, സോഷ്യലി, സ്പിരിച്വലി ഇതുമായിട്ട് എപ്പോഴും ഒരു ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജനനം മുതൽ നമ്മെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്നൊക്കെ അറിയുന്നത് പോലെ, അതായത് നമ്മുടെ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക്, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല കുട്ടികളെന്ന നിലയിൽ. പക്ഷെ പിന്നീട് നമ്മുടെ ജനന സമയത്ത് നമുക്ക് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് ലൈഫിൽ ഞാൻ ഇത്ര വരെ ആരുടെ കൂടെ ജീവിച്ചു എന്നിങ്ങനെ പോകുമ്പോൾ അവര് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ബേസ് വെച്ചിട്ടാണ് നമ്മൾ സ്വയമായിട്ട് ഒരു സെൽഫ് ഉണ്ടാക്കി എടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരൻ തന്നെ ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചെറിയ ചൈൽഡ്ഹുഡിൽ, ഇതൊക്കെ നമ്മളെ വീട്ടുകാർ പറയുന്ന അറിവല്ലാതെ വേറൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു അറിവിലൂടെ തന്നെയാണ് നമ്മൾ ഒരു സെൽഫ് കൺസെപ്റ്റിലൂടെ സെൽഫ് ഒരു മേക്കിങ്ങിലേക്ക് എത്തിപ്പെടുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നത്. പിന്നെ ഇതില് അക്കോർഡിംഗ് ടു റേ റോസ്ലർ എന്ന് പറയുന്ന ഒരാളുടെ ഈ സെൽഫിനെ കുറിച്ചുള്ള ഒരു വ്യക്തി സെൽഫിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഈ സെൽഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗുണങ്ങളും അദ്ദേഹം ആരാണ് എന്ന് സ്വയം ഊഹിക്കാൻ കഴിയുമെന്നാണ് അവിടെ പറയുന്നത്. കാരണം എല്ലാം വിശ്വാസങ്ങളിൽ കൂടെയാണെന്നാണ് ഇയാൾ പറയുന്നത്.
അതേപോലെ തന്നെ ഹിൽഗാർഡ്, അതേപോലെ ആറ്റിക്സൺ എന്നിവരും ഇതിനെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സാഹചര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത് എന്ന് പറയും. പിന്നെ ഇതില് നമ്മൾ സെൽഫ് കൺസെപ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് എങ്ങനെയാണ് ഒരു സെൽഫ് ഉണ്ടാകുന്നതിന് 3 കാര്യങ്ങൾ. ഒരു ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സ്വയം അവബോധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഡിഫൈൻഡ്, പിന്നെ എക്സ്പ്ലെയിൻ ടു കൺസെപ്റ്റ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 കാര്യം. ഒന്ന് ലേണിംഗ് ആണ്. ലേണിംഗ് അതായത് നേരത്തെ നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ മറ്റുള്ള സ്വയം എന്ന സങ്കല്പത്തിലല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടാണ് സ്വയം ഒരു വ്യക്തി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ കാരണം ഞാൻ നേരത്തെ ഉദാഹരണം ഒരുപാട് പറഞ്ഞില്ല, കുട്ടികളെ കാര്യം നമ്മൾ ഒരു ജനനം മുതൽ പല രീതിയിലാണ് അധ്യാപകൻ, പാരന്റിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുമായിട്ട് പിന്നെ ഉദാഹരണം പറഞ്ഞ ഒരു ADHD ഉള്ള കുട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ചില സമയത്ത് നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ ആ കുട്ടിയുടെ പാരന്റിന് ശ്രദ്ധക്കുറവ് കൂടുതലായിരിക്കുമ്പോൾ ചിലപ്പോൾ അതുണ്ടാവും. അതേ സമയത്ത് അത് ADHD ആണെന്ന് മനസ്സിലാക്കി കുട്ടിക്ക് കറക്റ്റ് സമയത്ത് ഒരു ഏർലി ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ സമയത്ത് മാറിക്കിട്ടും. അത് മാറാത്ത കുട്ടിയെ ഇത് ADHD അല്ല മനസ്സിലാക്കിയിട്ടും അതിനൊരു ഇന്റർവെൻഷൻ കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ആ കുട്ടി അഡൽട്ട്ഹുഡ് അങ്ങനെ പല മേഖലകളിൽ എത്തുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ കുട്ടിയിൽ കാണും. അപ്പോൾ ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഓർഗനൈസ് ചെയ്യുക. അതായത് ഒരു ഓർഗനൈസ് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം. ഒരാളുടെ നല്ല ഒരു ജീവിതത്തിന് സ്ഥിരത അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ഒരു ക്രമമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഒരാൾക്ക് ഒരു സെൽഫ് ഉണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ നമുക്ക് സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പോലും നമ്മൾ അതുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊരു ഓർഗനൈസ് ഉണ്ടാക്കണം. അതിന് എല്ലാത്തിനും ക്രമമായിട്ടുള്ള കാര്യങ്ങൾ, അത് ക്രമം തെറ്റാ അങ്ങനത്തെ ഒരു പറയാറില്ല, ക്രമം തെറ്റുക എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ക്രമ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു പാറ്റേണിലും ചിലപ്പോൾ സാധാരണ ഷെഡ്യൂൾ ഉണ്ടാക്കി പോവുക. എല്ലാ ദിവസം ദൈനംദിന ജീവിതത്തിലൊക്കെ പല ഷെഡ്യൂളുകൾ ഉണ്ടാക്കി അതേപോലെ മുന്നോട്ട് പോവുക എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ചലനാത്മകം. ജീവിതത്തിലുണ്ടാവുന്ന ഉയർച്ച, താഴ്ച, വിജയം, പരാജയം എല്ലാത്തിനും അതിലൊക്കെ നമ്മുടെ സ്വാധീനം ഉണ്ടായിരിക്കണം. അതായത് വിജയിക്കുമ്പോൾ അതിനെ നമ്മൾ ആഘോഷിക്കുകയും, താഴ്ച ഉണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ട് അത് ഇടപെട്ടത് കൊണ്ടാണ്, എന്റെ കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ പരാജയം ഉണ്ടായത് എന്നൊക്കെ ചില വിശ്വാസങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്കൊരു നല്ലൊരു സെൽഫ് അല്ലെങ്കിൽ സ്വയം നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഡൈനാമിക്കില് പറയുന്നത് ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരാണെന്നും മറ്റുള്ളവരിൽ നിന്ന് നാം എത്ര വ്യത്യസ്തരാണെന്നും നമുക്കൊരു ബോധമുണ്ടാവും. അതായത് നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെന്റുമായിട്ട് ചില പ്രധാനപ്പെട്ട വഹിക്കുന്നുണ്ട്. കാരണം പിന്നെ ഉദാഹരണം പറയുമ്പോൾ ഒരാൾ ഡ്യൂട്ടിക്ക് പോകുന്നു, ഓഫീസിൽ നിന്ന്, അതായത് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നു, ഓഫീസിലെത്തുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നു. ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയെ കുറിച്ച് അയാൾ അങ്ങനെ ഡെയിലി അങ്ങനെ ജീവിതത്തിൽ പോകുമ്പോൾ അയാൾക്ക് ഒരു സെൽഫ് എഫിക്കസിയോ സെൽഫ് എസ്റ്റീമോ ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അയാളുടെ എൻവിറോൺമെന്റ് ചുറ്റുപാടുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാൾ നേരെ പോകുന്നു, തിരിച്ചു വരുന്നു ഉള്ള ഒരൊറ്റ പാറ്റേൺ മാത്രമാണ് അയാളുടെ ലൈഫിലുള്ളത്. അത് പോരാ, ലൈഫിൽ എന്തൊക്കെ സാധിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിലോ നമ്മുടെ എൻവിറോൺമെന്റ് നിർബന്ധമാണ്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവണം, അതുപോലെ തന്നെ
കമ്മ്യൂണിക്കേഷൻ, ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള പല അതായത് നമ്മുടെ ചുറ്റുപാടുകൾ വളരെ രീതിയിൽ നമുക്ക് നിർബന്ധമാണ് നമുക്കൊരു സെൽഫ് ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറയുന്നത്. പിന്നെ ഇതില് കുറച്ചു എങ്ങനെയൊക്കെയാണ് ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള, ഇൻക്രീസ് യുവർ സെൽഫ് എസ്റ്റീം. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ സംഭവം റിപ്പീറ്റ് തന്നെയാണ്. അത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ തന്നെയാണെന്നുള്ളത്. ആ ഒരു ലെസൺ അല്ലെങ്കിൽ യൂണിറ്റ് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇഗ്നോന്റെ ആ ഒരു പുസ്തകത്തിൽ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷെ നമുക്ക് ഒന്ന് കാര്യങ്ങൾ അതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ എഴുതുന്നതിന് പുറമെ നമ്മൾ കാര്യങ്ങൾ ഈ ആൻസർ മാത്രം പഠിച്ച് അത് പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചിലപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഞാൻ ആരാണ് എന്ന ഒരൊറ്റ ചോദ്യത്തിന് നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഇൻക്രീസിങ് യുവർ സെൽഫ് എസ്റ്റീം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു 10-12 കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത് പ്രധാനപ്പെട്ട അതിൽ കുറെ അക്കാദമിക്കലായിട്ട് നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്നും ഒരേ ദിവസം ആയാൽ പോലെ പിന്നെ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ജോലിയായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തിക്കണം, അല്ലെങ്കിൽ അക്കാദമിക്കിൽ എന്തെങ്കിലും പിന്നെ ഈ കരിയറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അല്ലാണ്ട് പഠിച്ച കാര്യം തന്നെ ഒരു കാര്യം നമ്മൾ പഠിച്ചു, അത് സർട്ടിഫിക്കറ്റ് കിട്ടി അവിടെ വെക്കാതെ മുന്നോട്ട് പോവാതെ അത് മാത്രം അവിടെ വെക്കുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ആവില്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കംഫർട്ട് സോണിലായിരിക്കണം. നമ്മളൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. പല ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ, പല ലൊക്കാലിറ്റി ജീവിക്കുന്ന ആളുകൾ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കാര്യം തന്നെ നോക്കാം. വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ ഉള്ള ആ സമയത്ത് ആ കുട്ടിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് ഉള്ള ഈ കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് മുന്നോട്ടൊന്നും ജീവിക്കാം. എന്നും അടിപിടിയാണെങ്കിൽ അവർക്ക് ലൈഫിൽ ഒന്നും നേടാൻ കഴിയില്ല. എന്നപ്പോ നമ്മളെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ അടുത്ത വിശ്വാസങ്ങളാണ്. ഒരുപാട് ഇപ്പോഴത്തെ നമുക്കിടയിൽ തന്നെ ഒരുപാട് വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ വിശ്വാസങ്ങളൊക്കെ നമുക്ക് അനുയോജിതമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് വിശ്വാസങ്ങൾ നമ്മളെ മുന്നിൽ കുറിച്ച് മതപരമായി നോക്കുകയാണെങ്കിൽ മതപരമായി നോക്കുമ്പോൾ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ചിലപ്പോൾ കുറെ അന്ധവിശ്വാസങ്ങളായിരിക്കും. ചിലപ്പോൾ ഇന്ന ആളടുത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന ആളടുത്ത് പോയാൽ എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും, അയാളടുത്ത് പോയാൽ എന്റെ കാര്യങ്ങൾ ശരിയാവും, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് നേർച്ച ചെയ്താൽ ഞാൻ ശരിയാവും, അല്ല ഇന്ന അമ്പലത്തിൽ പോയാൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ്. അത് നല്ലതിനാണോ ചീത്തതിനാണോ എന്നറിയാനുള്ള ഒരു വിശ്വാസം, അറിവ് നമുക്ക് ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ കഴിയൂ. പിന്നെ അടുത്തത് നോക്കുമ്പോൾ നമ്മുടെ ശക്തിയിൽ നമുക്ക് വിശ്വാസം കാണും. കാരണം എനിക്ക് എത്രത്തോളം ശക്തി ഉണ്ട്, കാരണം ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം അതിന് കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം അത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോ ഞാനിപ്പോ ഉദാഹരണം പറയും, ഈ ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇതുമായിട്ട് എന്തെങ്കിലും നോളജ് ഉണ്ടോ, ഇതൊന്നും ഒരു പ്രിപ്പറേഷനും ചെയ്യാതെ ഞാൻ ഇതിനു മുമ്പ് വെറുതെ ആലോചിച്ച് കൂട്ടുമ്പോൾ ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീം വളരെ ലോ ലെവലാവും. അതേ സമയത്ത് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത ശേഷം ഞാൻ ഇതിന് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ അതിന്റെ ഒരു സെൽഫ് എസ്റ്റീം അത് ഓട്ടോമാറ്റിക് ലെവലിൽ കൂടും എന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമാണ് അഫർമേഷൻ സംസാരിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഒരു അഫർമേഷന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, പിന്നെ ഞാനൊരു നല്ല ഒരു ദയയും പിന്നെ ദയാനുഭാവമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്ന, മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരാളെ മൈക്ക് വളരെ
ഡിസ്റ്റർബൻസ് ആണ്. ഒന്ന് ഓഫാക്കിയാൽ മറ്റുള്ളവർക്ക് കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്. റജിത മാം ആ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആ ഓക്കെ ആ രഞ്ജിത്ത് സാറോ ആരാണോ? ഓക്കെ ഓക്കെ. അപ്പോ ആർക്കെങ്കിലും ഒരു അഫർമേഷൻ പറഞ്ഞതില് ആരെങ്കിലും ഒരാൾ ഒരു അഫർമേഷൻ പറയും. സാർ നിങ്ങളാണ് പോസ്റ്റ്, നിങ്ങളുടെ രചിത മാം ചെയ്താണ് ചെയ്തിട്ട് നിങ്ങൾ അൺമ്യൂട്ട്. ഓക്കെ ഓക്കെ. അവര് ചിലപ്പോ ഫോൺ ഓക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഡ്രൈവിംഗിലായിരിക്കും ഏതായാലും അൺമ്യൂട്ട് ചെയ്തോളൂ. അഫർമേഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണം ഐ ആം ഡൂയിങ് എവറി ഡേ ബെറ്റർ, അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് വെൽ എവറി ഡേ എന്ന് പറഞ്ഞ അതെ പോസ്റ്റ് ഒരു ടോക്ക്. അതെ അതെ. ഐ ആം എ സ്പെഷ്യൽ പേഴ്സൺ അങ്ങനൊക്കെ പറഞ്ഞ ഒരുപാട് ഞാൻ വളരെ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രം നമ്മുടെ എനിക്കത് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. ഞാൻ ഫോണിലായതുകൊണ്ട് സിസ്റ്റത്തിലല്ല. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അല്ലേ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് വാട്സപ്പിൽ കോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെ. ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ നിസാർ സാറേ. ഓക്കെ ഓക്കെ. അപ്പോ ഈ അഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലൈഫിൽ എന്നും രാവിലെ അതാണ് നമ്മൾ പല കൗൺസിലിംഗ് കേസുകളും നമ്മൾ ജേണൽ എഴുതാൻ പറയാം. ജേണൽ എഴുതുന്ന കാര്യത്തിൽ അഫർമേഷൻ വളരെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ വളരെ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ കൊണ്ട് ഈ ദിവസം ഒരു ഐ ഫീൽ ഹാപ്പി എന്ന് രാവിലെ തന്നെ അവരോട് എഴുന്നേറ്റ് ജേണൽ എഴുതാൻ പറയും. എന്നപ്പോ അത് ഓരോ ദിവസം അവർ ചിലപ്പോൾ ദിവസം പിന്നെ ഐ ലവ് മൈസെൽഫ് ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം അങ്ങനെ ദിവസം ഇങ്ങനെ കൂടുമ്പോൾ അവർക്ക് ലൈഫിൽ തന്നെ അവരെ ഇപ്പൊ നിലവിലുള്ള ഹാബിറ്റ് എന്തെങ്കിലും മോശമായിട്ടുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഇപ്പൊ നിലവിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇൻക്രീസ് ചെയ്യാനും കഴിയുമെന്നാണ് ഈ അഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മൈൻഡിൽ എടുക്കാൻ കഴിയണം. അതായത് എനിക്കിപ്പോ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ബിസിനസ്സിൽ ലോസ് വന്നു. അപ്പൊ ആ ലോസ് എന്റെ ജീവിതം തകർത്തു അല്ലെങ്കിൽ എന്നെ കുറെ ആളുകൾ എന്നെ ചതിച്ചു എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ എന്റെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, എന്റെ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, എന്റെ അപാകതകൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് സ്വയം വിലയിരുത്തുക. അതേപോലത്തെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോ ഉദാഹരണവും അനീഫ് സാർ എന്നോട് ഒരു കാര്യം പറയുന്നു, ഈ ക്ലാസ്സുമായിട്ടുള്ള ചില സംശയങ്ങളുമായിട്ട് വരുന്നു, അല്ലെ ചില കാര്യങ്ങൾ എന്നോട് പറയുന്നു. എന്നപ്പോ ആ കാര്യങ്ങൾ എനിക്കൊരു യോജിപ്പില്ല. ആ യോജിപ്പിനോട് ഞാൻ എതിർക്കുകയാണ്. അത് അങ്ങനെയല്ല. പക്ഷെ അതിന് പകരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും അത് ആ പോസിറ്റീവ് മൈൻഡിലേക്ക് എടുക്കുകയും ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. എല്ലാ കാര്യവും നമുക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ, പിന്നെ പിന്നെ എന്താണ് പോസിറ്റീവ് ആയിക്കോട്ടെ, നല്ല കാര്യം ചീത്ത കാര്യം ഒക്കെ തിരിച്ചറിഞ്ഞ് അതൊരു നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ലൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ, കാര്യക്ഷമത നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും നമ്മുടെ വാല്യൂസിനെ കുറിച്ച് തിരിച്ചറിയുക എന്നതാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നാളെ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇപ്പോ നമ്മുടെ സെക്കൻഡ് ഇയർ ഈ എക്സാം കഴിഞ്ഞ് ഇത് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി നമുക്ക് നല്ല സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പല മേഖലയിലേക്ക് പോകാൻ നോർമലി ഈ ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിലുള്ള എല്ലാവരും ചിന്തകൾ അതായിരിക്കും. ആ ചിന്തകളിലേക്ക് നമ്മുടെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാണ്ട് ഇതിപ്പോ ഈ സമയം കടന്നു പോകുമെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിനെ നമ്മൾ തള്ളി മാറ്റിയിട്ട് ഇതിന് ഞാൻ പരിശ്രമിച്ചാൽ മാത്രമേ ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തും. ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഞാനടക്കം ആളുകളാണ് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അന്നപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണ്? MA സൈക്കോളജി പാസ്സായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എവിടെയും കൗൺസിലറായിട്ടോ ക്ലിനിക്കിലോ എവിടെയും അല്ലെങ്കിൽ പല രീതി പഠിക്കാൻ ഇനിയും സാഹചര്യങ്ങളുണ്ട്, അതിലേക്ക് പോവാന്നുള്ള ചിന്താഗതി നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇനിയിപ്പോ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ നമുക്കൊരു ഒന്നുമില്ല, ഇങ്ങനൊക്കെ പോയാൽ മതി, എന്റെ കാര്യം എനിക്കറിയാം, എന്റെ കാര്യം മറ്റുള്ളവർ ഇടപെടാം എന്ന ചിന്താഗതിയാണെങ്കിൽ അവിടെ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അയാളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ
നമ്മൾ സ്വയം തീരുമാനിക്കണം. എനിക്ക് ഫ്യൂച്ചറിലൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യാൻ, എന്റെ മക്കൾക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് എന്നുള്ള നമ്മളൊരു ലക്ഷ്യബോധം നിർബന്ധമാണ്. അല്ലാണ്ട് ഒരു സെൽഫ് എസ്റ്റീം പൂർണ്ണമായിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് സംസാരിക്കുക, വളരെ നല്ല രീതിയിൽ സംസാരിക്കുക. പിന്നെ ചില ആളുകളുണ്ട്, എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടായാലും മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ വളരെ ഒരു എന്താണ്, തറവാട്ട് പറഞ്ഞവരാന്ന് അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെയല്ലത്. ഒരു സെൽഫ് എസ്റ്റീം ഒരാൾ തന്നെ ഒരു രൂപ പോലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ പ്രയാസത്തിലേക്ക് ഒരാൾ തരികയാണെങ്കിൽ അത് രണ്ട് കൈകൂട്ടി സ്വീകരിക്കണം എന്നാണ്. ആ സ്വീകരിക്കുന്ന സമയത്ത് തരുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എൻകറേജ്മെന്റ് ആ സമയത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരാൾ സഹായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഏത് രീതിയിലുള്ള സഹായം നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. കാരണം നമുക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. എന്തപ്പോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഒരാൾ നമ്മളെ മുമ്പിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ അയാളെ പറഞ്ഞു വിടാതെ ആ സഹായം പൂർണ്ണമായും നല്ല മനസ്സോട് കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ നമ്മുടെ ഉള്ളില് എല്ലാരും ഒരു ഹീറോ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഉള്ളില് ഒരു നായകൻ ഉണ്ടാവും. കാരണം എനിക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാനൊരു വളരെ എന്റെ കാര്യം പറയണം, 2020 തുടക്ക സമയത്ത് ഞാൻ സൈക്കോളജിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ വളരെ ആളുകൾ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സംസാരിക്കും. പക്ഷെ പുറമെ അറ്റ്ലീസ്റ്റ് ഞാനൊരു വാട്സപ്പിൽ പോലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ പോലും ഞാനൊരു 10 പ്രാവശ്യം കേട്ടു നോക്കും, ഇത് പറഞ്ഞത് ശരിയാണ്, എന്റെ വോയിസ് ആളുകൾക്ക് ഇഷ്ടമാവുമോ എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഈ സൈക്കോളജി മേഖല MSc സൈക്കോളജി ആ തുടക്ക സമയത്ത് ഇതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും ചെന്നൈയിൽ ഒരു 10 ദിവസം. അവിടുത്തെ ഒരു സെൽഫിന്റെ ഒരു ഒരു എന്താണ് അവര് ടെക്നിക്കലായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ മാറ്റി പറിച്ചത് ആ 10 ദിവസങ്ങളാണ്. കാരണം നമുക്ക് തിയറി നമ്മൾ ഓൺലൈനിലും കാര്യങ്ങളും ക്ലാസ്സൊക്കെ പഠിക്കുമെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് അവർ ആ 10 ദിവസം നമുക്ക് പ്രാക്ടിക്കലായിട്ട് അവർ തന്ന കുറേ സൈക്കോളജി ടൂൾസുകൾ ലൈഫിൽ നമ്മുടെ മൈൻഡ് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് എന്നെ അവിടെ മാറ്റി. പിന്നീട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഈ 1.5 വർഷമായിട്ട് ഇപ്പൊ ക്ലാസ് എടുക്കൽ തുടങ്ങിയിട്ട്. അതേപോലെ നമ്മുടെ ലക്ഷ്യം, അതായത് നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട് നമുക്ക് തിരിച്ചറിയാം, എനിക്കിതൊക്കെ കഴിയും. അല്ലാണ്ട് ഞാൻ വെറുതെ ഇൻട്രോവേർട്ട് പഴയതുപോലെ തന്നെ ഞാൻ ആരോട് സംസാരിക്കുക, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്ന ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നു, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതേ സമയത്ത് ഞാൻ എന്ത് ചിന്തിച്ചു, എന്നെ പോലെ പലരും ഉണ്ടാവും, ഞാൻ എന്റെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞത് എനിക്കുണ്ടായിരുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സൈക്കോളജിയിൽ ഇതിപ്പോ ഈ 5 വർഷം 3-4 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് കോഴ്സുകൾ, അവസാനം എത്തിപ്പെട്ടത് ഇഗ്നോയിലാണ്. എവിടെ നിന്നൊക്കെ നോളജ് കിട്ടാൻ പറ്റും അവിടെ നിന്നൊക്കെ നോളജ് ഉണ്ടാക്കിയെടുക്കുക. അത് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക. കാരണം എന്തുകൊണ്ടാണ്, എനിക്ക് എന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്, എനിക്ക് ഈ മേഖലയ്ക്ക് വളരാൻ പറ്റും, അല്ലെങ്കിൽ ഈ മേഖലയിൽ എനിക്ക് ഇതുപോലെ ഭാവിയിൽ മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം. ചിലപ്പോ ഇതിലിപ്പോ ഈ നമ്മുടെ യാത്രയിൽ പലരും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും, ഹെൽപ്പ് ചെയ്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്വയം ഒരു ഹീറോ ആണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു സെൽഫ് എക്സ്റ്റീം എന്ന സാധനം വളരെയധികം ഒരു വളർച്ചയിലെത്തുക. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു PG ലെവൽ എന്ന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായം ആ ലെവലിൽ നിങ്ങൾ നിൽക്കരുത്. മുന്നോട്ടുള്ള ഇതുപോലെ ചിലപ്പോൾ ലോങ് ടേം കോഴ്സുകൾ ഉണ്ടാവും, ഷോർട്ട് ടേം കോഴ്സുകൾ ഉണ്ടാവും. അതൊക്കെ എന്തിനാണ്, നമുക്കൊരു നോളജ് ഉണ്ടാക്കുന്നതിനപ്പുറം നമ്മൾ എന്താണെന്ന്, നമ്മൾ മുന്നോട്ട് എന്തൊക്കെ നമ്മൾ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മുടെ ചുറ്റുപാടുകളുള്ള ആൾക്കാർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഉള്ളിലെ ഹീറോയെ തിരിച്ചറിയുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളെ തിരിച്ചറിയാം. അടുത്തതായിട്ട് പറയാനുള്ള സാഹചര്യം, നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ട്, നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഒക്കെ ചിലപ്പോ ഇതേപോലെ ഇന്നിപ്പോ ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടില്ല, ക്ലാസ് കയറിയിട്ടില്ല. കാരണം അവരുടെ സാഹചര്യം ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല കുട്ടികളുമായിട്ട് നോക്കുന്ന സമയം, പല സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി, ഈ സാഹചര്യം എനിക്ക് എന്നും ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ സാഹചര്യം ഞാൻ കവർ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ചില ചിന്താഗതി നമ്മുടെ വേണം.
ആ ചിന്താഗതി ഉണ്ടായാലേ നമുക്ക് സെൽഫ് എസ്റ്റീം അഥവാ കാര്യക്ഷമത നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് ഇതിൽ തിയറിറ്റിക് ആയിട്ട് പറയുന്നത്. പിന്നെ വേറെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇതിൽ 10 കാര്യം ഞാൻ പറഞ്ഞു. 11ാമത്തെ കാര്യമാണ് ഇതിൽ ഡിഫറെന്റ് ആണ്. കാരണം നമ്മൾ സ്വയം ഒരു വിലയിരുത്തലിനെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ബ്രില്യന്റ്. നമ്മുടെ ബ്രില്യന്റ് മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുക. ഈ ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവ്. ഞാനിപ്പോ എനിക്കൊരു അറിവുണ്ട്, അപ്പോ ഞാൻ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, ഓ എന്റെ അറിവിൽ അത്ര അയാൾക്കില്ലല്ലോ, അല്ലെങ്കിൽ അയാൾ അത്ര, ഞാൻ അയാളെക്കാൾ കുറവാണല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. കാരണം എനിക്കുള്ള അറിവ് എനിക്ക് മാത്രമാണ്. ചിലപ്പോ എനിക്കുള്ള അറിവിനേക്കാൾ ഒരു 5% ചിലപ്പോൾ മുസദ്ദിഖ് സാറിനുണ്ടാവും, അതുപോലെ ഹനീഫ് സാറിനുണ്ടാവും, ബിജിത മാമിനുണ്ടാവും, പലർക്കും ഉണ്ടാവും. പക്ഷെ നമ്മുടെ അറിവ് നമുക്കുണ്ട്. ഏത് കാര്യത്തിനാണ് നമുക്ക് നോളേജ് ഉള്ളത്, അത് മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് പ്രധാന ഈ 11 കാര്യം നിങ്ങൾ കാര്യം പറയുമ്പോൾ എല്ലാത്തിനും ടച്ച് ചെയ്യുന്ന കാര്യമാണിത്. ഇത് പ്രധാനപ്പെട്ട ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് അതാണ്. നമ്മുടെ മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് ഒരു കമ്പയർ ഉണ്ടാക്കിയെടുക്കരുത്. ഇടയ്ക്ക് കോള് വന്നു, സോറി. അപ്പോ ഈ 11 കാര്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അക്കാദമിക്കലുമായിട്ട് ചില കാര്യങ്ങൾ പിന്നെ ഉണ്ടാകും, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കണം. പിന്നെ നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പിന്നെ നമ്മുടെ ശക്തിയിൽ, അതായത് നമ്മുടെ എത്രത്തോളം എനർജി ഉണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പിന്നെ അഫർമേഷൻ നിർബന്ധമാണ്. പിന്നെ പിന്നെ അതിൽ നിന്ന് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എടുക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് എടുക്കുക. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളെ വാല്യൂസിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. പിന്നെ മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. പിന്നെ പിന്നെ എട്ടാമത്തത് പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള ഒരു 9ാമത്തെ കാര്യം, ഉള്ളിൽ നമ്മുടെ ഹീറോ, നമ്മുടെ ഉള്ളിലുള്ള നായകനെ തിരിച്ചറിയുക. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളെ തിരിച്ചറിയുക. പിന്നെ നമ്മുടെ മറ്റുള്ള ആളുകളുമായിട്ട് ഒരു കമ്പയർ ചെയ്യാതിരിക്കുക. ഇതാണ് ഒരു പ്രധാനപ്പെട്ട 11 പോയിന്റ്. അതൊന്ന് ഒന്ന് എഴുതി വെക്കുക, നോട്ട് ചെയ്യുക ചെയ്തോളാണ്ടി. അപ്പൊ അത് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നിസാം, പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പോ 2ാമത്തെ പോയിന്റിൽ ഒന്നൊരു മിസ്സിംഗ് വന്ന പോലെ തോന്നി. അതായത് കംഫർട്ട് സോണിൽ ഒതുങ്ങല്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക് മെറ്റീരിയല്. കംഫർട്ട് സോണിന് വിട്ട് നമ്മൾ പുറത്തേക്ക് പോകണം. അത് നല്ല സുരക്ഷിതമായ അതെ, സുരക്ഷിതമായ സ്ഥലം. നമുക്കൊരു കംഫർട്ട്, ഇപ്പൊ ഉദാഹരണം ഈ സോണിലാണെങ്കിൽ പോലും നമ്മൾ അതിൽ ഒതുങ്ങാതെ അത് സുരക്ഷിതമാണ് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ഫോർവേഡിലേക്ക് പോകണം. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സോറി. പിന്നെ അടുത്തത് ഒരു പോയിന്റ് വന്നിട്ടുള്ളത് റിയൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ്. ഇതില് റിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ ഒരു കാൾ റോജേഴ്സിന്റെ ചില പിന്നെ സോറി അദ്ദേഹത്തിന്റെ ഒരു തിയറി പ്രകാരം റിയൽ സെൽഫ് ഐഡിയ, 2 സെൽഫുകളുണ്ട്. ഒന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളതും ഒന്ന് ഐഡിയൽ ആയിട്ടുള്ളതും. അതായത് ഇപ്പോ റിയൽ സെൽഫ് എന്ന് പറയും നമ്മുടെ ആദർശത്തിൽ ഉണ്ടാവുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഓട്ടോമാറ്റിക് ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഐഡിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തരാണ്. നമ്മൾ ആ കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആളുകൾ ഐഡിയ സെൽഫിൽ ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുകയും അത് നാം എന്താണെന്ന്, അല്ലെങ്കിൽ പല ആളുകളുമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മൾ തമ്മിൽ അന്തരമുണ്ടെന്നോ ഒക്കെ പിന്നെ അത് എത്രത്തോളം നമ്മൾ അത് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഐഡിയൽ ലൈഫ്. റിയൽ ലൈഫ് സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഐഡിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് എത്രത്തോളം അവരെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതാണ് ആ ചെറിയൊരു പാരഗ്രാഫ് മാത്രം അതിൽ പറയുന്നുള്ളൂ. അത് കാര്യമായിട്ടൊന്നുമില്ല, പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സെൽഫ് എസ്റ്റീമിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സെൽഫ് എസ്റ്റീമിൽ ചില കാര്യം നമ്മളെ ഒരു വിലയിരുത്തൽ ഉണ്ടാക്കണം. ആത്മാഭിമാനം എന്ന് പറയാറില്ല സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ. അന്നപ്പോ
ആ സെൽഫ് ചില കാര്യങ്ങൾ കൂടി അതിൽ ഞാൻ കൂട്ടിച്ചേർക്കാം സെൽഫ് എസ്റ്റീമിന്റെ കാര്യത്തിൽ. പിന്നെ അതിൽ ചിലർക്ക് ചിലപ്പോ ജോലിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന നിലയിലും അല്ലെങ്കിൽ കുറഞ്ഞ താഴ്ച നിലയിലൊക്കെ നമ്മൾ ജോലിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ അത് എന്റെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കി അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ്. കാരണം എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ആ മുന്നോട്ടുള്ള ആ പ്രൊമോഷന് കിട്ടാൻ യോഗ്യത ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ചില ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടുക എനിക്ക് മാത്രം കിട്ടിയിട്ട് മറ്റയാൾക്ക് കിട്ടി എന്നുള്ള, അയാൾക്ക് ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ സെൽഫ് എസ്റ്റീം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്തത്. ഇനി സെൽഫ് എഫിക്കസി ആണ് ഇത് മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ്. അതായത് ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാര്യക്ഷമത എന്നൊക്കെ പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ നമുക്ക് ആവശ്യമായ പല സാഹചര്യം ഒരാൾക്ക് എത്രമാത്രം പ്രവർത്തന പരിധിയോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രത്തോളം അയാൾ ഉണ്ടാക്കിയെടുക്കും. അതായത് എന്ത് കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ, അത് പൂർണ്ണമായിട്ടൊരു അതിൽ ആ കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യവും ഉൾപ്പെടുത്തി അയാൾ ചെയ്യുമ്പോഴാണ് അയാൾ കാര്യക്ഷമതയോടെ കൂടി ചെയ്തു എന്ന് പറയുന്നത്. അതായത് ഞാൻ നന്നായി ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നന്നായി പഠിച്ചാൽ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടും, ആ ഒരു ചിന്താഗതി. അതേ സമയത്ത് ഞാൻ പരീക്ഷ സമയത്തൊന്നും പഠിക്കാതെ പിന്നെ എക്സാം എഴുതി കുറഞ്ഞ മാർക്ക് കിട്ടി, എന്നിട്ട് പറയാണ് എനിക്ക് പരീക്ഷയിൽ പാസ് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതേ സമയത്ത് അത് പിന്നെ സെൽഫ് എഫിക്കസിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞ് നല്ല മാർക്ക് നേടി. അതുകൊണ്ട് നമുക്ക് പറയാം ഞാൻ അതിനെ പൂർണ്ണമായി പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് മാർക്ക്. ഇതാണ് സെൽഫ് എഫിക്കസി കാര്യമായിട്ടുള്ള ബന്ധം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില കോമ്പൗണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് സെൽഫ് എഫിക്കസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് കോഗ്നിറ്റീവ് ആണ്. കോഗ്നിറ്റീവിൽ പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ചിന്താശക്തിയുമായിട്ടുള്ള ആളുകൾ. അതായത് ഉയർന്ന ആളുകളുമായിട്ട് എപ്പോഴും നമ്മൾ പിന്നെ ഇടപഴകണം എന്നാണ് പറയുന്നത്. ഉയർന്ന ആളുകൾ എന്ന് പറയുമ്പോൾ എന്റെ ലെവൽ ഇപ്പൊ നോക്കുമ്പോൾ ഞാനൊരു PG സ്റ്റുഡന്റ് അല്ല PG കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് PG ലെവൽ മുകളിലുള്ള ഒരാളാണ്. ആ ചിന്ത എന്നാൽ മാത്രമേ എന്റെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും സിറ്റുവേഷൻ എനിക്ക് മുന്നോട്ട് വളരാൻ കഴിയും. എല്ലാ സമയത്തും ഞാൻ PG കഴിഞ്ഞ് താഴത്തെ ഒരു ഡിഗ്രി ലെവലിലോ പ്ലസ് ടു തരുന്ന ആളുകളുമായിട്ട് കൊള്ളുമ്പോൾ ആ നോളജ് എനിക്ക് കിട്ടില്ല. എനിക്ക് നോളജ് കിട്ടണമെങ്കിൽ ഞാൻ ഉയർന്ന ലെവലിൽ പോകണം. പിന്നെ ഇതില് പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോഗ്നേറ്റീവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും, ചിന്താഗതിയുമായിട്ട് കാര്യങ്ങൾ നമ്മൾ പല പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ അതൊരു സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഇതിലുണ്ടാകും. എന്നാൽ മാത്രം നല്ലൊരു കാര്യക്ഷമത ആയിട്ടുള്ള, അതായത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ ആ ഗ്രൂപ്പിൽ ഉണ്ടാകും. എന്നാൽ നമ്മളൊരാള് ഗ്രൂപ്പിന്റെ അഡ്മിനായി ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്താതെ വെറുതെ ആ ഗ്രൂപ്പ് അലവലായി ഉണ്ടാക്കുമ്പോൾ ആ ഗ്രൂപ്പിന് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഒന്നോ രണ്ടോ ഇടപെടുത്ത് ആ ഗ്രൂപ്പ് നോക്കി നടത്തുന്നു. നമുക്ക് മറ്റുള്ള രീതിയിലുള്ള ചർച്ചകളൊന്നും ആ ഗ്രൂപ്പിൽ വരില്ല. അന്നപ്പോ അതേപോലെ എന്തുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രശ്നത്തിൽ ഇടപെടാകുമ്പോൾ അത് പൂർണ്ണമായി നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പിന്നെ പിന്നെ അതുപോലെ തന്നെ തോൽവിയിൽ മുന്നേറാനുള്ള ഒരു കഴിവ്. അതായത് ഒരു ബിസിനസ് നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ തോറ്റാൽ അല്ലെ നഷ്ടപ്പെട്ട് എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ട് എന്തെങ്കിലും ട്രോമയൊക്കെ ഉണ്ടായി എനിക്കിനി ജീവിതമല്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിൽ ചിന്തിക്കാതെ ഒരു മോട്ടിവേഷൻ എൻകറേജ്മെന്റ് എന്ന രീതിയിൽ ആ തോൽവിയിൽ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ്, അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇമോഷണൽ ആയിട്ട് നമുക്ക് പല രീതിയിലെ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. പല സാഹചര്യം നമുക്ക് പല പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാവും. അതിപ്പോ നല്ല രീതിയിൽ അല്ലെങ്കിൽ ചീത്ത രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ അവസ്ഥ അനുസരിച്ച് അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതായത് ഏത് രീതിയിലാണ് വൈകാരികമായി നമ്മൾ ചിന്തകൾ ഉണ്ടാകുന്നത്, ആ ചിന്തകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള രോഗപ്രതിരോധം, പല രീതിയിൽ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാവും. അന്നപ്പോ എനിക്ക് ഇന്ന അസുഖം വന്നു പോയി എനിക്കിനി ഒന്നിനും കഴിയില്ല എന്നുള്ള ചിന്താഗതി കൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ എന്നും അസുഖം വർദ്ധിക്കുക അല്ലാതെ അതിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയണം എന്നാണ് ഇതിൽ പറയുന്നത്.
പിന്നെ ഇതിൽ കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെൽഫ് മാസ്റ്ററി എന്നാണ്. സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന അച്ചീവ്മെന്റുകൾ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം എന്തെങ്കിലും ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ആ കിട്ടുകയാണെങ്കിൽ ആ പ്രൊമോഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് എത്രത്തോളം നിലനിർത്താൻ നമ്മൾ അതിലെപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് നമ്മളെ വർക്കിലാണെങ്കിലും മറ്റുള്ള ഏത് കാര്യത്തിലാണെങ്കിലും പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ അതിലെപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ചുറ്റുപാടുള്ള ആളുകളെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്ന ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അവരെ കണ്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ പിന്നെ ഇതിൽ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരെ കണ്ട് പഠിച്ച് ചിലപ്പോൾ നല്ല ബിസിനസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ മിസ്റ്റേക്ക് കാരണം പറ്റിപ്പോയ ആളാണെങ്കിൽ ആ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അടുത്ത് പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നാണ്. പിന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിഹേവിയർ എന്തായാലും ഉണ്ടാവും, സ്വഭാവത്തിലും കാര്യത്തിലും ഒക്കെ ഉണ്ടാവും. ആ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കി അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. കാരണം മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണെങ്കിൽ അതെല്ലാ കാലവും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അത് മനസ്സിലാക്കിയിട്ട് ആ ബിഹേവിയർ ഒന്ന് മാറ്റാനുള്ള ഒരു കഴിവ് അത് നമുക്ക് ഉണ്ടാവണം. പിന്നെ പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അന്നപ്പോൾ നമ്മൾ വാക്കാലുള്ള ഒരു പ്രേരണ ഇതിൽ പറയും, വെർബൽ പെർsuasion എന്ന് പറയുന്നുണ്ട്. ആ വെർബൽ പെർsuasion എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൊണ്ട് പല ആളുകളെയും ബുദ്ധിമുട്ടിക്കും ഒക്കെ ചെയ്യും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്ട്, പക്ഷെ അത് നല്ലതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നമ്മളൊരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ട് ഒരാൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്നപ്പോൾ നമ്മുടെ ഒരു സെൽഫ് എഫിക്കസി അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം സെൽഫായിട്ടുള്ള പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് വർദ്ധിപ്പിക്കാൻ നമുക്കൊരു നല്ല ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും നല്ല രീതിയിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഏത് കാര്യം ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി എന്തെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതി നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഏകദേശം ഒരു സെൽഫ് എസ്റ്റീം പിന്നെ എഫിക്കസി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് ഒരു ചെറിയൊരു പാർട്ട് കൂടി ഇത് പറയുന്നുണ്ട്, സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പിന്നെ പല പെരുമാറ്റത്തിൽ ഞാനൊക്കെ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ നമ്മളൊരു കൺട്രോൾ ചെയ്യാൻ, ഉദാഹരണം നമ്മുടെ ദേഷ്യം തന്നെ ചിലപ്പോൾ വെറുതെ ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ചായ കിട്ടിയിട്ടില്ല. അപ്പൊ ആ സമയം ചായ കിട്ടാത്ത സമയത്ത് നമ്മൾ വീട്ടുകാരോട് വളരെ രീതിയിൽ ചീത്ത പറയുന്നു, കറക്റ്റ് സമയത്ത് ഒന്നും കിട്ടൂല. ആ സാഹചര്യം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളെ സ്വയം ഒന്ന് ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കണം. ഇതാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയും. ഇത് എവിടെയും ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കേട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമാണ് എന്താണ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളത്. അതൊരു എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മുടെ ദേഷ്യത്തെ കാര്യം തന്നെ പറഞ്ഞു. പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളുകളില്ലേ. പക്ഷെ നമ്മളെ കൺട്രോളിൽ ഒതുങ്ങുന്ന ആഗ്രഹങ്ങൾ മാത്രം, നടപ്പിലാക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ മാത്രം. അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരും. ആ ചിന്തകൾ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഈ വൈകാരികമായ ചിന്ത തെറ്റാണ്, അത് ഇപ്പൊ പാടില്ല, അത് കൊണ്ടുപോയ വളരെ പിന്നെ മറ്റുള്ളവർക്ക് ബാധിക്കും എന്ന് നോക്കുമ്പോൾ നമ്മൾ ആ വൈകാരിക ഇമോഷണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊന്ന് ബാക്കപ്പ് നടത്താൻ കഴിയണം എന്നാണ് ഈ സെൽഫ് റെഗുലേഷനിൽ പറയുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പറയുന്നുണ്ട്. പിന്നെ സെൽഫ് റെഗുലേഷനിൽ 3 കാര്യങ്ങളാണ് സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത്. ഒന്ന് പ്ലാനിങ് ആണ്. നേരത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യം ചെയ്യാൻ ഒരു പ്ലാനിങ് മൈൻഡോട് കൂടി നമ്മൾ അതിലേക്ക് ഇടപെടണം. അതേപോലെ പ്രോബ്ലം സോൾവിങ് ആണ്. എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. പിന്നെ സെൽഫ് ഇവാലുവേഷൻ ആണ്, അതായത് സ്വയം ഒരു വിലയിരുത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. ഈ ഒരു ഇതാണ് സെൽഫ് റെഗുലേഷന്റെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഓവറോൾ നമ്മൾ സെൽഫ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സെൽഫ് ഫെയിലിയർ ആണ് എങ്ങനെയാണെന്നുള്ള ചില കോമ്പണന്റ് പറയുന്നുണ്ട് ഇതിൽ. എങ്ങനെയാണ് സെൽഫ് നല്ലൊരു മനുഷ്യന് അയാൾ സ്വയം വിലയിരുത്താൻ പറ്റാത്ത ചില സാഹചര്യം, എവിടെയാണ് തോറ്റു പോകുന്നത്, അയാൾക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് കാരണം ഒബ്സർവ് യുവർ ഓൺ ബിഹേവിയർ. നമ്മൾ ഒരിക്കലും
പിന്നെ നമ്മുടെ ബിഹേവിയർ പിന്നെ ഒബ്സർവ് ചെയ്യണം. നേരത്തെ നമ്മൾ മറ്റുള്ള ആളുകളെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ബിഹേവിയർ മാറ്റം വരുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു സെൽഫ് എസ്റ്റീം സെൽഫ് എഫിക്കസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് പറ്റാത്ത ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഒബ്സർവ് യുവർ ഓൺ ബിഹേവിയർ. നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാവും. അന്നപ്പോ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചില നമ്മൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ കാണാറില്ലേ, പിന്നെ എന്നെ ആർക്കും ഇഷ്ടമല്ല, പിന്നെ എനിക്ക് പിന്നെ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, പിന്നെ ഐ ആം എ ലൂസർ എന്നൊക്കെ പറയും പോലെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഉള്ള കാര്യം അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. കാരണം എനിക്ക് ഒന്നിനും കഴിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ചിന്താഗതി, ആ ചിന്താഗതി മാറ്റിയെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പിന്നെ സെൽഫ് ഇൻട്രാക്ഷൻ, ചില ആളുകൾ സ്വയം സംസാരിക്കുക. സെൽഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്വയം പിന്നെ ചില ആളുകളെ കാണാറ് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പറയും. ഏതൊരു മൂവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പിന്നെ നീയാണത് തെറ്റ് ചെയ്തത്, നീ ചെയ്തത് കാരണം, ഒരു സൈക്കോ മൂവീസ് ആണ്, പേരൊന്നും ഓർമ്മയില്ല. പക്ഷെ അതിൽ കുറെ ഇങ്ങനെ സെൽഫ് ഇൻട്രാക്ഷൻ അറിയുന്നത്, അയാൾ കണ്ണാടിയിൽ നോക്കി കുറേ കാര്യങ്ങൾ പറയും. അന്നപ്പോ അതൊന്നും നോക്കരുത്. കാരണം നമ്മുടെ ലൈഫിൽ കഴിഞ്ഞത് കഴിഞ്ഞു, അത് അങ്ങനതിന്റെ രീതിയിൽ തന്നെ പോട്ടെ, നമ്മൾ മുന്നോട്ട് പോവാം. അത് പിന്നെ ഈ പ്രശ്നം നമ്മൾ കടന്ന് പുതിയൊരു നല്ല ജീവിതത്തിലേക്ക് ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഇവിടെ വേണം. അന്നപ്പോ സെൽഫ് ഇൻട്രാക്ഷൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സെൽഫ് റീഎൻഫോഴ്സ്മെന്റ്, പിന്നെ അതായത് സെൽഫായിട്ടുള്ള അത്, പിന്നെ സെൽഫ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കാന്ന് അറിയാമല്ലേ, ചില പ്രശ്നം ഞാൻ ഇതുമായിട്ട് എല്ലാം കണക്റ്റീവ് ആണ്, പല പ്രശ്നങ്ങളുമായിട്ട്. അന്നപ്പോ ഈ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നവും സാഹചര്യം ഉണ്ടാണ്, സ്വയം ഒന്ന് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്, ഇതൊന്നും പിന്നെ മറ്റുള്ളവർ ഇതൊന്നും അംഗീകരിക്കില്ല എന്നൊരു ഇൻഫോഴ്സ്മെന്റ് രീതി നമ്മളെ ഫോഴ്സ് ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുത്താൽ തന്നെ ഇങ്ങനത്തെ സെൽഫ് കൺട്രോൾ ഫെയിലിയർ എന്നൊരു പ്രശ്നത്തിലേക്ക് വരും. മൂന്ന് കാര്യങ്ങളാണ്: ഒബ്സർവ് യുവർ ഓൺ ബിഹേവിയർ, പിന്നെ സെൽഫ് ഇൻട്രാക്ഷൻ പാടില്ല, സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് പാടില്ല. ഇതാണ് അവസാനത്തെ ഒരു ഹെഡിൽ, പിന്നെ എൻഡ് ഓഫ് ദ ലെസണിൽ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ആൾക്കാർക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇത് നമ്മൾ ആ ലെസൺ തീർന്നിട്ടുണ്ട്. ഓവറോൾ നമ്മൾ ഇപ്പൊ ഈ കാര്യമായിട്ട് സെൽഫ് എസ്റ്റീമും സെൽഫ് എഫിക്കസിയും ഇത് രണ്ടൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഞാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എത്രത്തോളം ക്വാളിറ്റി ഓരോ കാര്യത്തിലുണ്ട്, എത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയണം എന്നാണ് ഈ ഓവറോൾ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കുക? ഓക്കെ സാർ, ക്ലാസ് കഴിഞ്ഞല്ലേ? അത് കഴിഞ്ഞ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നത് അല്ലേ? കുറച്ച് കൂടുതലുണ്ടല്ലോ. ഇമ്പോർട്ടന്റ് ചോദ്യം. പക്ഷെ നമുക്ക് ഒന്ന് ഒന്ന് ഇരുത്തി ഒന്ന് വായിക്കണം. കാരണം എല്ലാം ഒരു കൺഫ്യൂഷൻ ഉള്ള ഡെഫിനിഷൻസ് ആണ്. അതായത് സെൽഫ് റെഗുലേഷനും പിന്നെ അതിന്റെ കോമ്പോണന്റുകളും, അതുപോലെ അതിന്റെ ഫെയിലിയർ ആയിട്ട് വരുന്ന കാര്യങ്ങളും, അതുപോലെ സെൽഫ് എസ്റ്റീമും, അതുപോലെ സെൽഫിന്റെ ഇൻട്രോഷൻ കാര്യങ്ങളും, അതുപോലെ റോജർ പിന്നെ രണ്ടു മൂന്ന് ആളുകൾ തിയറീസ് ബേസിക് ആയിട്ട് ഡെഫിനേഷൻ പറയും. ഇതെല്ലാം ഒന്നാണ്. പക്ഷെ നമ്മൾ ഓരോന്നായിട്ട് മനസ്സിലാക്കി ജസ്റ്റ് ഒരു പേപ്പറിലൊക്കെ ഒന്ന് എഴുതിയെടുത്ത് രണ്ടു മൂട്ടം വായിക്കുമ്പോൾ, ആ ടെക്സ്റ്റ് തന്നെ വായിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പക്ഷെ അത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അതേപോലെ പേപ്പറിലേക്ക് പകർത്താനും പറ്റും. ഒരു വിഷയത്തിന്റെ നാലഞ്ച് ആംഗിൾ. കാരണം നമ്മൾ ഒരുപാട് ഈ എക്സാമ്പിൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കാര്യം പറയുന്നെങ്കിൽ മനസ്സിലായിക്കോട്ടെ. കാരണം എത്രത്തോളം അത് അങ്ങനെ പറഞ്ഞു പോകുമെന്ന് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. കാരണം ഈ പോസിറ്റീവ് സൈക്കോളജി നമ്മൾ പൂർണ്ണമായിട്ട്, കാരണം ഓരോ ലെസൺ ആണ് നമ്മൾ പല ആൾക്കാരല്ലേ എടുക്കുന്നത്. ഇപ്പൊ ഒരാൾ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ എടുത്തു പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഒരിങ്ങനെ ആളുകൾ വേറെ മാറുമ്പോൾ ഒരു ടോപ്പിക്ക് മാത്രമാണ് വരുന്നത്, അപ്പൊ മുമ്പുള്ള ടോപ്പിക്ക് എടുക്കുന്നില്ല. ചിലപ്പോൾ പഠിച്ചപ്പോൾ ആ സമയത്ത് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അന്നപ്പോ ആ ഒരു വേരിയേഷൻ ഇവിടെ വരും എന്തായാലും. അന്നപ്പോ എല്ലാവരും എന്താ പറയുക, എല്ലാവരും തുടർച്ചയായിട്ട് ക്ലാസ് വിട്ട് പോവാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാവും.
ഈ പോസിറ്റീവ് സൈക്കോളജി എന്താണെന്നും അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഈ സെൽഫിനെ കുറിച്ച് കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. എല്ലാ പ്രാവശ്യത്തും ഇതുവരെ പോസിറ്റീവ് സൈക്കോളജി എന്ന് തുടങ്ങി അതിലൊക്കെ ക്വസ്റ്റ്യൻസ് 3-4 ക്വസ്റ്റ്യൻസ് വന്നത്. വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ഉം. ഹലോ, നിസാം സാർ നാട്ടിലുണ്ടോ? ഇല്ല, ഞാൻ നാട്ടിലില്ല. ഞാൻ ഇപ്പൊ അബുദാബിയിലാണ്. നല്ല ഞാന് presentation ആയിരുന്നു. JDC നമ്മൾ അവിടെ ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ നമ്മുടെ ആ ക്ലാസ്സിന്. ആ ഞാനത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. ആണോ? ഓക്കെ. അപ്പൊ ഞാനേ ഇനിയിപ്പോ ചാപ്റ്ററിൽ നമ്മൾ ഹലോ കേൾക്കുന്നുണ്ടോ? ആ ആ പറഞ്ഞു. കേൾക്കാം. അതിൽ Recording കുറച്ച് stopped. questions ഉണ്ടായിരുന്നോ? ഒരു ഡൗട്ട് എനിക്ക്, അല്ലെങ്കിൽ അത് എനിക്ക് മിസ്സായതാണ്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് ഓൺ ഹാപ്പിനെസ്, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാപ്പിനെസ്, ഇത് അന്ന് ബാലൻസ് ആയിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് ബാലൻസ് ആണ് ഹാപ്പിനെസ്. അന്നപ്പോ അവർക്ക് സാലാമാമിന് എന്തോ ഒരു പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ആ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. ആ ക്ലാസ് ഉടനെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ പ്രയോജനപ്പെട്ടു കേട്ടോ. ഞാൻ ഇപ്പൊ 2 സൈറ്റേ ഉള്ളൂ കയറാൻ തുടങ്ങിയിട്ടത്. ആ അത് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്കലിലേക്ക് വരുന്നുണ്ട്. പോസിറ്റീവ് കഴിഞ്ഞാൽ അടുത്ത തുടങ്ങാനായി. ഡിസംബർ വരെ നമ്മൾ പഠിക്കുക തന്നെയാണ്, വിട്ടുപോകണ്ട. ആണ്, ഞാൻ കൗൺസിലിംഗ് ആ. ആ കൗൺസിലിംഗ് അല്ല, കൗൺസിലിംഗ് ഞാനും കൗൺസിലിംഗ് ആണ്. ഞാൻ പിന്നെ MS സൈക്കോളജി കഴിഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്താൽ ഞാൻ എടുക്കാൻ തയ്യാറാന്ന് ഇവരോട് പറഞ്ഞു ടീമിനോട്. അതേ പഠിച്ച തന്നെയാണ് എന്നെ ഇവിടെയും വരുന്നത്. പാത്തോളജിയും മറ്റേ സൈക്കോ ഇതൊക്കെ എല്ലാം കൂടി പേഴ്സണാലിറ്റി ഡിസോർഡറും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഓക്കെ. പിന്നെ കൗൺസിലിംഗ് Okay, നല്ല വേണമെങ്കിൽ നമുക്ക് presentation വേണമെങ്കിൽ ആയിരുന്നു. പേഴ്സണാലിറ്റി കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വേറെ എന്തെങ്കിലും എല്ലാ സാധനവും എന്റെ കയ്യിലുണ്ട്, PPT കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിക്ക് 22-ഉം 23-യും ചിലപ്പോ ഒന്ന് ഹെൽപ്പ് വേണ്ടി വരും. ഓക്കെ, നമുക്ക് അതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഡിസംബറിന്റെ അടുക്ക് സമയം ഉണ്ട്, ക്ലിനിക്കൽ കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൂടാം. ഓക്കെ ഓക്കെ ഒരു അനീഫ് സാറും മുസൈദ് സാറും അതുപോലെ തന്നെ റഫീഖ് സാറും ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഓക്കെ, നിസാം ഭായി നല്ല ക്ലാസ് ആയിരുന്നു. വെച്ചാല് ഞാൻ ഓക്കെ. മനസ്സിലാക്കിയെടുത്തോളം ഓരോ യൂണിറ്റും ഓരോ കൺസെപ്റ്റുകളാണ്. ഇപ്പൊ ഇന്ന് നമ്മള് പിന്നെ പോസിറ്റീവ് സൈക്കോളജിയിലെ സെൽഫുമായി ബന്ധപ്പെട്ട കുറെ കൺസെപ്റ്റുകളാണ്. അങ്ങനെ അതെ. നമ്മൾ ഒരു ഓർഗനൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ എളുപ്പമാവും. ഇപ്പോൾ സെൽഫ് എസ്റ്റീം എന്താണ്, സെൽഫ് എഫിക്കസി എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസസുകൾ എന്താണ്, ഏകദേശം സിമിലാരിറ്റി തോന്നുമെങ്കിലും ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും. പിന്നെ സെൽഫ് റെഗുലേഷൻ എന്താണ് ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എക്സാമിന് എഴുതാനും പറ്റും. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇനിയിപ്പോ ഏതൊരു ഒരു എക്സാം വന്നാൽ ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. ഓരോ പോയിന്റ് ഹെഡ്ലൈൻ കൊടുക്കുക, സെൽഫ് എഫിക്കസി, സെൽഫ് എസ്റ്റീം, റെഗുലേഷൻ, പിന്നെ ലാസ്റ്റ് ഒരു സെൽഫ് കൺട്രോൾ ഫെയിലിയർ. അത് നിർബന്ധമായിട്ട് എഴുതിക്കോളാണ്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും. ഇത് കാരണം എവിടെയാണ് ഒരാൾ ഫെയിലിയർ ആവുന്നത് എന്നുള്ളത് ചിലപ്പോ അത് നമ്മൾ അന്ന് എക്സ്ട്രാ ആൻസർ പേപ്പർ ഷീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും. സാർ ഒരു സംശയം ഓക്കെ എന്നാ. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ ഇതിൽ പറഞ്ഞപ്പോ അഡോളസെന്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളിപ്പം എന്താ പറയാ നമ്മളെ തിരിച്ചറിയാൻ പറ്റുക എന്തൊക്കെയാന്ന് നമുക്കൊരു സെൽഫായിട്ടൊരു ഇത് കിട്ടുന്ന കൺസെപ്റ്റ് ഉണ്ടാവുക പറഞ്ഞില്ലേ? അപ്പൊ അതെ അതെ. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഈ അഡോളസെന്റ് സ്റ്റേജ് കിട്ടുന്നില്ലല്ലോ. ചിലർക്ക് ഇപ്പം എന്താ പറയാ ചിലപ്പോ ഒരു 40 കഴിഞ്ഞിട്ടായിരിക്കും ചിലർക്ക് സെൽഫിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത്. അപ്പൊ എന്റെ ഒരു സംശയമാണ്, അപ്പൊ ആക്ച്വലി നമ്മള് സെൽഫ് ഹു ആമായി എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോ അല്ലേ, ശരിക്കും ദുഃഖം വരുമ്പോ അല്ലേ, അനുഭവങ്ങളിലൂടെ ശരിക്കും വരുന്നത്? അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിൽ ഒരാളെ തിരിച്ചറിയുന്നത് അയാളെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അയാൾ നടന്നുകൊണ്ടുള്ള പ്രശ്നത്തിലൂടെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ പ്രശ്നത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയത് കൊണ്ട് ഞാൻ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. പിന്നെ ഈ അഡോളസെന്റ് സ്റ്റേജ് 13-12 അത് ഓട്ടോമാറ്റിക് ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. 12-ാം വയസ്സിലോ 13-ാം വയസ്സിലോ ഒക്കെ നമ്മളെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വീട്ടിലുള്ള പെൺകുട്ടികളാണെങ്കിലും അവരെ കാലത്ത് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടില്ലേ, പെൺകുട്ടികൾ വളരെ വാശിയായിരിക്കും, വീട്ടുകാരൊന്നും പറഞ്ഞു കേൾക്കില്ല. കാരണം എന്താ പറയുക, അവരെ മൈൽഡ് സ്റ്റോൺ ഡെവലപ്മെന്റും പിന്നെ ഈ അവരെ ബോഡി ലാംഗ്വേജും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അങ്ങനത്തെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമ്മൾ നോക്കിയിട്ട് കഴിഞ്ഞാൽ, നമ്മളെ കുട്ടികളെ ആ സമയത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ 45-ാം വയസ്സ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല. സത്യമാണത്, ശരിയാ. കാരണം നമ്മളെ കുട്ടികൾ ഓരോ സ്റ്റേജ്, കാരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം മുതൽ ആദ്യ കുട്ടി കരഞ്ഞിട്ടുണ്ടോ നോക്കും. ഒരു കുട്ടി ജനന സമയത്ത് പുറത്തേക്ക് വന്ന കുട്ടി കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. അത് കഴിഞ്ഞ് കുട്ടി എത്ര വയസ്സിൽ
നടന്നു, എടുത്ത സമയം സംസാരിച്ചു തുടങ്ങി. ഇങ്ങനൊക്കെ ഓരോ സ്റ്റേജിൽ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് 2 വയസ്സായും സംസാരിക്കാത്ത കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? അത് ഓട്ടിസം ആണോ, ഇനി ഓട്ടിസം അല്ലേ? ഇതൊക്കെ തിരിച്ചറിയണമെന്ന് നമ്മൾ ഓരോ കാര്യം നമ്മൾ ഇങ്ങനെ പോവാം. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ഈ ജനറേഷൻ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് നോക്കി നടത്താൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ ജനിച്ച സമയത്ത് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല അവർക്ക്. സാധാരണ വലിയ കൂട്ടുകുടുംബമുള്ള ജീവിതത്തിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക് ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ 45 വയസ്സ് 50 വയസ്സായിട്ടും പല ആൾക്കാർക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. അതെ, സത്യം അതാണ്, ശരിയാ. എന്നപ്പോ അങ്ങനത്തെ സാഹചര്യം നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ കാരണം ഓരോ സ്റ്റേജ് നമ്മളെ കുട്ടികൾ ഇന്ന സ്റ്റേജ് നിനക്ക് ഇന്ന മാറ്റങ്ങൾ ഉണ്ടാവും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ന സ്റ്റേജ് നിനക്ക് ഈ മാറ്റം, 8ാം ക്ലാസ്സിൽ ഈ മാറ്റം, 9ാം ക്ലാസ്സിൽ ഈ മാറ്റം. ആ ഡെവലപ്മെന്റ് ചൈൽഡ് സൈക്കോളജി പഠിക്കാത്തത് നല്ലോണം പഠിച്ചോളൂ. കാരണം നമ്മുടെ ലൈഫിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഓരോ സ്റ്റേജും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് ചൈൽഡ് സൈക്കോളജി. എന്നപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ 14 15 ഇപ്പോ നമ്മൾ മെൻസസിന്റെ പീരീഡിന്റെ സമയമാകുമ്പോൾ തന്നെ പല പെൺകുട്ടികൾക്കും 15 വയസ്സും 16 വയസ്സും ആയിട്ടില്ല. എന്നിട്ട് രക്ഷിതാവ് എന്ത് ചെയ്യും? അല്ല, പാരന്റ് നേരെ ഹോസ്പിറ്റലിൽ ആവുന്നില്ല. എന്തുകൊണ്ടാണ് അത് ആവാത്തത് നോക്കുമ്പോൾ, ഉദാഹരണം പറയുന്ന പെൺകുട്ടികളുടെ കാര്യമാകുമ്പോൾ പല കേസ് നമ്മളടുത്ത് ഇങ്ങനെ അറിയും, എന്റെ ഫ്രണ്ട് സർക്കിൾ കൂടെ ഒക്കെ വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ട് കുട്ടിയുടെ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല? ആ സമയത്ത് കുട്ടിക്ക് ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? വേറെ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അസുഖമായിട്ട് ചെറുപ്പത്തിൽ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? വെന്റിലേറ്റർ കിടന്നിരുന്ന കുട്ടി, അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ട്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കും മാത്രമേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. എന്നപ്പോ പ്രധാനമായിട്ടും ഓരോ സ്റ്റേജും നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വളർത്താൻ ഒരു 20 15 16 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 18 വയസ്സ് അവർക്കൊരു സ്വന്തമായിട്ട് ഒരു തീരുമാനം അവരെടുക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യമില്ല. കാരണം 17 കൊല്ലം നമ്മൾ അവർ ഓരോ സ്റ്റേജും അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ 18ാം വയസ്സിൽ അവർ നിർണായകമായ ലൈഫിൽ ഒരു പാർട്ണർ തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴോ അവർക്ക് നമ്മൾ ആവശ്യമില്ല. അവർ സ്വയം തീരുമാനിച്ച് അവർക്ക് പോകും. പിന്നെ അതേപോലെ തന്നെ 45 50 വയസ്സിൽ സങ്കടം പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാത്ത ഒരു പാനിക് അറ്റാക്ക് വരിക, അതൊന്നും ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ. ഇതൊന്നും ഇല്ലാത്താകുമ്പോഴാണ്, ഇതൊന്നും കിട്ടാത്ത ആൾക്കാർ ശ്രദ്ധിക്കാത്ത ആളാകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസുകൾ വരുന്നതും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു കേസിലേക്ക് വരുന്നതും. പല ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ ഇന്നലെ എൻ്റെ ഒരു വിമൽ അക്കാദമിയിലെ ഒരു കേസ് പറയാലോ അല്ലേ? എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു കേസ് ഞാൻ ഷെയർ ചെയ്യാം. ഇന്നലെ വന്നിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ പറയാൻ പറ്റുമെങ്കിൽ അതും ഒരിക്കൽ. അപ്പോൾ റീസെന്റ് അയാളെ പ്രശ്നങ്ങൾ വെച്ചാൽ അയാൾക്ക് 45 വയസ്സായി. വിഷയം എന്ന് വെച്ചാൽ അയാൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അറ്റൻഷൻ വളരെ കുറവായിരുന്നു. ഞാൻ ഐക്യു ലെവൽ ടെസ്റ്റ് ചെയ്തു, ഐക്യു ലെവൽ വളരെ കുറവാണ്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ നോക്കിയിട്ട് പോലും ഐക്യു ലെവൽ വളരെ ഒരു 35 40 ലെവൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ 10ാം ക്ലാസ് സ്റ്റുഡന്റിന്റെ ഐക്യു ലെവലാണ് നോക്കിയത്. അയാൾ അറ്റൻഷൻ കുറവാണ് പറഞ്ഞത് കൊണ്ട് മാത്രം. ഇപ്പൊ അയാളെ പ്രശ്നം എന്നറിയാം, കുടുംബത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അയാൾ ശ്രദ്ധ മാറിപ്പോവുക, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം മറന്നു പോകും. അതായത് ഫാമിലിയായിട്ട് ചുറ്റുപാട് വീട്ടിലെ വൈഫോ അല്ലെങ്കിൽ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മറന്നു പോവുക. എന്താ സംശയം എന്നാ? അപ്പൊ വീട്ടുകാർ ചോദിക്കും, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞെന്ന് ചോദിക്കും. അങ്ങനെ അതേപോലെ തന്നെ ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ ഡെയിലി ചെയ്യേണ്ട 3 4 കാര്യങ്ങൾ ഓഫീസ് അത് അയാൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ്. അന്നപ്പോ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് അയാൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് മറവിയുടെ അസുഖമൊന്നുമില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോവുക. ഇതുമായിട്ട് നമ്മൾ കേസ് ഞാൻ ഇന്നലെ അയാളുമായിട്ട് സംസാരിച്ചു, ഒരു വീഡിയോ കോൾ ആണ് ചെയ്തത്. അപ്പൊ അയാൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ട അയാളെ ചൈൽഡ്ഹുഡ് തന്നെയാണ്. ആ ചൈൽഡ്ഹുഡിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് പറഞ്ഞ തന്നെ വീട്ടിലെ അച്ഛന് ഭയങ്കര പ്രശ്നമായിരുന്നു. അയാളെ ഇയാളെ അച്ഛൻ എപ്പോഴും ഇയാളോട് പറയായിരുന്നു പോലെ, നീ ഒന്നിനും കൊള്ളുന്നത് എന്നെ പോലെ ഗുണമില്ല. അന്നപ്പോ ആ മൈൻഡ്, നീ പഠിക്കാൻ അറിയില്ല, നിനക്ക് പഠിക്കാൻ കഴിവില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ട്രിഗർ അയാളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളായിട്ടും ഏത് കാര്യത്തിന് പോവുകയാണെങ്കിലും അയാളെ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ഒരു കേസ് പറഞ്ഞത്, ഇതിന്റെ ഒരു ഇന്റർവെൻഷൻ കൊടുത്തിട്ടില്ല. ഞാനിപ്പോ അയാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇതേപോലെ പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അന്നപ്പോ തുടക്കത്തില് എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും. ഓക്കെ, പറഞ്ഞു. സാറേ, അസ്സലാമു അലൈക്കും.
എന്റെ പേര് ആ സാലിക് എന്നാണ്. സാർ ഇപ്പൊ ഈ ആ കേസ് ഓക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആ ഒരു ചെറിയൊരു സജഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഫിസി ചില ആ ആളുകൾക്ക് ഈ ഉം. പിന്നെ ഈ ഫാറ്റി ലിവറിന്റെ ഹൈ ലെവൽ സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെങ്കിൽ അയാൾക്ക് മറവിയുടെ കാര്യങ്ങളൊക്കെ. അയാൾ ഫിസിക്കലി ആയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ വളരെ എക്സസൈസ് ഡെയിലി രാവിലെ അരമണിക്കൂർ ഓടാനും വൈകുന്നേരം വന്നിട്ട് വൈഫിനെയും കൂട്ടി നടക്കാൻ പോകുന്ന ആളാണ്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. ഉം ഉം. പക്ഷെ എന്നാലും ആ ഒരു ഫാറ്റി ലിവറിന്റെ പ്രത്യേകത എന്ന് വെച്ച് ഉണ്ടാ കഴിഞ്ഞാൽ അത് ഹൈ അതുണ്ടാവും. സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് മാത്രം അത് അറിയാൻ പറ്റും. ആ ആ ആ, അതും നമുക്ക് ശ്രദ്ധിക്കുക. പറഞ്ഞത് നന്നായി. കാരണം ഞാൻ ആ ശ്രദ്ധയിൽ, കാരണം മൂപ്പര് ആരോഗ്യപരമായി ഫിസിക്കലുമായിട്ട് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അയാൾ എന്നെ ഒരുപാട് എനിക്ക് അങ്ങനത്തെ ഷുഗർ പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉം. റിസൾട്ട് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഫാറ്റ് ലിവർ ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു സാധാരണ നോർമൽ ആയിട്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ താങ്ക്സ് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് പിരിയല്ലേ? അടുത്ത ക്ലാസ് കാണാം. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.